മുന്താണിയുടെ ചുറ്റിക സീൻ. സാരിയുടെ പല്ലു എടുത്തിട്ടാണ് ചുറ്റിക വാങ്ങിച്ച് തിരിച്ചടി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്തതായിരുന്നു. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഹൗ ഓഫ് കൊണ്ട് പുൾ ഇറ്റ് ഓഫ് എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. പക്ഷേ പ്രഭു മാസ്റ്റർ ബിക്കോസ് ഓഫ് ഹിസ് ജീനിയസ് അതിനെ കറക്റ്റായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത് ഹാമറിൽ തന്നെ ഒരു ചെറിയൊരു ക്യാമറ ഫിറ്റ് ചെയ്ത് അതിനെ മുകളിലോട്ട് എറിഞ്ഞ് അതിനെ പിടിച്ച് ഗ്രാബ് ചെയ്ത് കറക്റ്റായിട്ട് പിടിച്ച് അടി കൊടുക്കുന്ന ആ ഒരു സീക്വൻസ് കൊറിയോഗ്രാഫ് ചെയ്തു വന്നു. സാരി കറക്കാൻ പറ്റിയായിരുന്നു കൃത്യമായിട്ട്? അതൊക്കെ അപ്പം സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്നതാണ്. അടിക്കുന്നതിന് മുമ്പ് സാരി എടുത്ത് ചുരുങ്ങുന്ന എല്ലാ സ്പോട്ടിലും ഇംപ്രവൈസ് ചെയ്യുന്നു. എനിക്കതിൽ തോന്നിയ ഒരു കറക്ഷൻ എന്ന് വെച്ചാൽ ആ പടം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് അച്ഛൻ ഒരിക്കൽ മാത്രമാണ് തോറ്റത്, അത് അമ്മയുടെ മുന്നിൽ. അത് ശരിക്കും ആക്ഷൻ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ആക്ഷൻ സമയത്ത് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു. അത് ആലോചിച്ചതാണ്, അങ്ങനെ ഒരു എഡിറ്റ് ചെയ്ത് നോക്കിയതുമാണ്. സുഭാഷ് എൻ്റെ അടുത്ത് പറഞ്ഞ 2 റീസൺസ് ആണ് അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുള്ളത്. ഒന്ന്, അച്ഛനും മകളും അടിച്ച് കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു എൻട്രി ഉണ്ട്. എൻട്രി കഴിഞ്ഞ് ഫസ്റ്റ് പഞ്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ആ സീൻ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആ ലാഗ് വരും. അടിയുടെ ഇടയ്ക്ക് ഒരു സീൻ വരുമ്പോൾ അതിന്റെ ഒരു ലാഗ് വരും. പിന്നെയും തിരിച്ച് റീകട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വർക്ക്ഔട്ട് ആകില്ല. സെക്കൻഡ് പോസിബിലിറ്റി, ഒട്ടുമേ പ്രതീക്ഷിക്കാതെ ഇയാളും അടിക്കുവോ എന്ന് പറഞ്ഞ് ഒരാളുടെ ക്യാരക്ടർ ഓൾറെഡി ചെറിയച്ഛന്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ആ ഒരു ഇമ്പാക്ട് ചെറിയച്ഛന് കൊടുക്കുക. ഇവരെ അടിക്കുമെന്ന് അറിയാം, എപ്പോൾ അടിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഈ ക്യാരക്ടറിന് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് 2 ഡിഫറെന്റ് അപ്രോച്ചസ് ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു.